ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദിവസം മുഴുവനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മെ അനുഗ്രഹിക്കുന്നതിനും നമ്മോട് കരുണ കാണിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ദൈവമായ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ കർത്താവിങ്കിലേക്ക് ഉയർത്തി നല്ലവനും ക്ഷമാശീലനുമായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് ഇന്ന് നമ്മുടെ എല്ലാ ദാരിദ്ര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. ഏത് അവസ്ഥയിലാണ് നാം ഇപ്പോൾ എങ്കിൽ, രോഗാവസ്ഥയിലോ കടബാധ്യതയുടെ ബന്ധനത്തിലോ ദുഷ്ടശക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആധിപത്യങ്ങളിലോ സ്വാധീനങ്ങളിലോ മന്ത്രവാദം, കൂടോത്രം, അങ്ങനെ നമുക്കെതിരെ ദുഷ്ടൻ ചെയ്യുന്ന എല്ലാ തിന്മ പ്രവൃത്തികളിൽ നിന്നും പരിപൂർണമായി നാം സംരക്ഷിതരാകുവാൻ, നമ്മുടെ മക്കൾ സംരക്ഷിതരാകുവാൻ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ ഈ സങ്കീർത്തനം നാം നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുകയും വലിയവനായ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുകയും ചെയ്യും. നാം ദിവസവും വിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവുമായി ഒരു വ്യക്തിഗത ബന്ധം ഉണ്ടാകുന്നതിനു വേണ്ടി ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലും ഉപരി നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും അത് ലഭിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയം സന്തോഷിക്കണമെന്നില്ല. എന്നാൽ എല്ലാം നൽകുന്ന ദൈവത്തെ സ്വന്തമാക്കുന്നതിലൂടെ സർവശക്തനായ ദൈവത്തെ, സകല ശക്തിയുടെയും ഉടയവനായ ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുന്നവർക്ക് ജീവിത അവസാനം വരെ സന്തോഷമായിരിക്കും. മറ്റ് ഒന്നുമില്ലെങ്കിലും അവരുടെ ഹൃദയം അസ്വസ്ഥമാകുകയില്ല. അതിനാൽ നാം ഭൗതികമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ദൈവത്തോട് ആത്മബന്ധം പുലർത്തുന്നതിനും ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുന്നത്. അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ, ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു പ്രാർത്ഥിക്കുക. ഒപ്പം ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ജീവിത അവസാനം വരെ ഉണ്ടാകുന്നതിന് നമുക്ക് ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 86. കർത്താവേ, ചെവി ചായ്ച്ച് എനിക്കുത്തരമരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങ് എനിക്കുത്തരമരുളുന്നു. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ.
എൻ്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും. എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ്. പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു. ദൈവമേ, അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു. കഠോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു. അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല. എന്നാൽ കർത്താവെ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ. അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ. എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ. കർത്താവേ, അങ്ങെന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. മഹോന്നതനായ കർത്താവേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങയുടെ നാമം പ്രഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ച ഓരോ സംഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. അനാദി മുതലേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്ത ദൈവമേ, പലപ്പോഴും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം തന്നെ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ മറക്കുകയും അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങൾ മടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമേ, ജീവിതത്തിൽ പുറകോട്ട് നോക്കിയാൽ അങ്ങയുടെ കരമാണ് ഞങ്ങളെ ഇന്ന് വരെ താങ്ങി നടത്തിയത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ധാരാളം അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തന്നെ നീ ഞങ്ങളെ രക്ഷിച്ചു. പല സമയത്ത് ദുഷ്ടർ ഞങ്ങളോട് അനീതി പ്രവർത്തിച്ചപ്പോൾ നീതിമാനായ ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തന്നു. കർത്താവെ, പല ആപത്തുകളിൽ നിന്ന് ഇന്ന് വരെ നീ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളും അത്രമാത്രം സംരക്ഷണവും അത്രമാത്രം പരിപാലനയും കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഈ സങ്കീർത്തനത്തിലൂടെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെപ്പോഴൊക്കെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോഴും അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്ര പാപികളാണെങ്കിലും ദൈവമേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ട്. അങ്ങ് കാരുണ്യവാനാണ്, അങ്ങ് ദയാനിധിയാണ്. ദൈവമേ, അങ്ങ് മഹോന്നതനാണ്. സകല നന്മയുടെയും മൂർത്തിമത് ഭാവമാണ് അവിടുന്ന്. കർത്താവെ, അവിടുന്ന് സർവശക്തനാണ്. അങ്ങയെപ്പോലെ മറ്റൊരു ദൈവമില്ല. ദൈവമേ, സകലതിനെയും സമസ്ത സൃഷ്ടി വസ്തുക്കളെയും സൃഷ്ടിച്ച കർത്താവെ, അങ്ങ് ഞങ്ങളെയും സൃഷ്ടിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സമയം ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ആകുലതകളെയും നിരാശയെയും വേദനയെയും അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ രോഗങ്ങളെയും കടബാധ്യതകളെയും പട്ടിണിയെയും ദാരിദ്ര്യത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ സകല പൂർവികരെയും ഈ സമയം അങ്ങയിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനേകം പ്രശ്നങ്ങൾ, അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളുടെ തന്നെ ആത്മീയ പരിണാമത്തിനു വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. അതിനാൽ തന്നെ ചില അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്നും അവിടുന്ന് മാറ്റി നിർത്തി, തടഞ്ഞു നിർത്തി. എന്നാൽ അത് ഞങ്ങളുടെ മാനസാന്തരത്തിനും ഞങ്ങളുടെ പശ്ചാത്താപത്തിനും അനുതാപത്തിനും വേണ്ടി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ
മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഞങ്ങളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അഹങ്കാരവും അഹന്തയും ഉണ്ടാകുകത്തേ ഉള്ളൂ. എന്നാൽ എൻ്റെ ദൈവമേ, അവിടുന്ന് എത്രയോ ജ്ഞാനസമ്പൂർണനാണ്. മനുഷ്യരുടെ എളിമയുള്ള ഹൃദയത്തിലേക്കാണ് അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ അവൻ കൂടുതൽ അഹങ്കാരിയായി മാറാതിരിക്കാൻ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് അവൻ്റെ ഹൃദയത്തെ എളിമപ്പെടുത്തി, അവൻ്റെ ഹൃദയത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് അവന് എളിമയെന്ന മഹാപുണ്യം നൽകി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള യോഗ്യത നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ രൂപാന്തരീകരണത്തിനു വേണ്ടി അങ്ങ് കാത്തിരിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, ഈ നൊയമ്പുകാലത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളിലുള്ള തിന്മയുടെ സ്വഭാവം, കോപം, ദുശ്ശാഠ്യം, അസൂയ, അന്ധകാര ശക്തികളാൽ ആവഹിക്കപ്പെടുന്നത്, തിന്മയുടെ വഴിയെ യാത്ര ചെയ്യുന്നത്, തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നത്, ദുഷ്ടസ്വഭാവത്തിന് അടിമകളായിരിക്കുന്നത്, അശ്ലീലങ്ങൾക്ക് അടിമകളായിരിക്കുന്നത്, എല്ലാറ്റിലും ഉപരി ഹൃദയത്തിൽ അഹങ്കാരവും അഹന്തയും നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ഈ സ്വഭാവം എടുത്തുമാറ്റി ദൈവിക സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. എല്ലാറ്റിലും ഉപരി അങ്ങയുടെ നന്മകൾ ഞങ്ങൾക്ക് വേണം. കർത്താവെ, അങ്ങയുടെ നന്മയുടെ സ്വഭാവം, ദയയുടെ സ്വഭാവം, ക്ഷമാശീലം, എളിമ എന്ന വലിയ പുണ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ശാന്തശീലം ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ ശക്തിയുള്ള ദൈവമാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങളിപ്പോൾ ആകുലപ്പെടുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സമാധാനത്തോടെ അങ്ങ് പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾക്ക് കാത്തിരിക്കുവാനുള്ള കൃപ തരണമേ. കർത്താവെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് സമർത്ഥമായാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്കൊന്നിനും കുറവ് വരുത്തുന്ന ദൈവമല്ല. എന്തെന്നാൽ അവിടുന്ന് സമൃദ്ധിയുടെ ദൈവമാണ്. അവിടുന്ന് സകല നന്മയുടെയും ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങയെ നിലവിളിച്ച് അപേക്ഷിച്ചോ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ യാചനകളുടെ സ്വരം എത്തിയോ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമാണ്. എന്തെന്നാൽ കർത്താവെ, അങ്ങേക്ക് തുല്യനായി മറ്റൊരു ദൈവമില്ല. ദൈവമേ, അങ്ങയുടെ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല. അങ്ങ് സർവശക്തനും മഹോന്നതനുമായ ദൈവമാണ്. അങ്ങ് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങളാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെറുപ്പം മുതലേ അവിടുന്ന് നിർവഹിച്ചു പോകുന്നത്. കർത്താവെ, അങ്ങ് മാത്രമാണ് സർവശക്തനായ ദൈവം. ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങയുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അങ്ങയുടെ മാർഗത്തിലൂടെ നയിക്കപ്പെടുന്നതിന് വേണ്ടി ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് ഒന്നുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങയുമായുള്ള ആത്മബന്ധം പുലർത്തുന്നതിനു വേണ്ടി ദൈവത്തെ സ്വന്തമാക്കുന്നതിലൂടെ ഞങ്ങൾക്കെല്ലാം സാധിച്ചു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ വചനം ഇപ്രകാരം പറയുന്നു: ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതിനോടുകൂടി ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവെ, നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിന് ഓരോ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന്, ദുഷ്ടരുടെ ആധിപത്യത്തിൽ നിന്ന്, സകല അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. കൃപാനിധിയായ കർത്താവേ, അങ്ങ് സ്നേഹസമ്പന്നനും വിശ്വസ്തനും ക്ഷമാശീലനുമായ ദൈവമാണ്. ആർദ്രതയോടെ പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അങ്ങയുടെ ശക്തി ഈ ദാസരിലേക്ക് ഇപ്പോൾ തന്നെ അയച്ച്
അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരെയെല്ലാം രക്ഷിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ ആകാത്ത വിധം എൻ്റെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നരുളി ചെയ്ത ഈശോയെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭാരവും പ്രയാസവും എടുത്തു മാറ്റി കടബാധ്യതയ്ക്ക് എന്നേക്കുമായി ഒരു അറുതി വരുത്തി ഓരോ ദിവസവും കടമില്ലാതെ ജീവിക്കുവാൻ ദൈവമേ, കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, കടമില്ലാതെ ഓരോ ദിവസവും സമാധാനത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുറങ്ങുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. അന്നന്നത്തെ അപ്പം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നുവരെയുള്ള ഞങ്ങളുടെ ഭൗതികമായ കടങ്ങൾ അവിടുന്ന് തീർത്ത് ആത്മീയമായ കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ ശക്തമായ കരം ഞങ്ങളെ ഈ സമയം സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവേകവും ബുദ്ധിയും ജ്ഞാനവും നൽകി അവരുടെ തലച്ചോറിനെ വിശുദ്ധീകരിച്ച് ഓർമ്മശക്തി നൽകി അവരെ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കണമേ. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് പ്രകാശം പരത്തി വരുമാന മാർഗം അവിടുന്ന് സ്ഥാപിച്ചു തരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വരുമാനം നൽകി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് വേണ്ട സാമ്പത്തിക സഹായം നൽകി നല്ലൊരു ജോലി നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ വിഷമിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാതെ ദുഃഖിക്കുന്ന യുവതി യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീട് പണി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തമായ ഭവനം ആഗ്രഹിച്ചിട്ട് വർഷങ്ങളായി അതിന് സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജീവിതത്തിലെ വിജയം സംഭവിക്കുന്നതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കി ദൈവം കൂടുതൽ ഞങ്ങളെ പരിപൂർണരാക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കുവാൻ, കർത്താവ് എൻ്റെ അധ്വാനം കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അധ്വാനിക്കുവാൻ, ആത്മാർത്ഥതയോടെ അധ്വാനിക്കുവാൻ, ഫലം പ്രതീക്ഷിക്കാതെ അധ്വാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ ഞങ്ങൾക്ക് വിജയം നൽകുന്നത് കർത്താവാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ. അവർക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, ദുഷ്ടൻ്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.